എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വെയിറ്റ് ലോസിന് പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും ലഭ്യമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. നമ്മുടെ സാധനം ലഭ്യമാണ്, അതേപോലെ നമുക്ക് ഈസി ആയിട്ട് അത് ഉണ്ടാക്കാനും കൂടെ പറ്റും കേട്ടോ. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈസി ആയിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടി പറ്റുന്ന വെയിറ്റ് ലോസ് ടിപ്സും അതുപോലെ വെയിറ്റ് ലോസിന്റെ എക്സസൈസും വെയിറ്റ് ലോസിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ സെർച്ച് ചെയ്യുന്നുണ്ടാവില്ലേ, പല വെബ്സൈറ്റ് വഴിയൊക്കെ. അപ്പൊ എന്താണ്, ഇങ്ങനെ ഒരു ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏകദേശം ഒരു 100% നമുക്ക് നന്നായിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഇത് ആൾക്കാർ ഈ ഒരു ജ്യൂസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ അത് ശീലിച്ച് വന്നിട്ടുണ്ടാവും, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ ഒരു 3/4 ആൾക്കാർ ഈ ഒരു ജ്യൂസിനെ കുറിച്ച് അറിയാൻ വേണ്ടി ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം, കൂടുതൽ ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് ആ ഒരു വെയിറ്റ് ലോസ് ടിപ്പായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെട്ട 2 ജ്യൂസിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ജ്യൂസാണ് ചിയാ സീഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഏകദേശം എല്ലാ വീഡിയോനകത്തും ചിയാ സീഡിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ചിയാ സീഡ് എന്ന് പറഞ്ഞാല് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷ്യസും ഫൈബറും അതുപോലെ തന്നെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വിത്തിനമാണ് ഈ ഒരു ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ വെയിറ്റ് ലോസ് ചെയ്യാനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ചിയാ സീഡ് കഴിക്കുന്നത് ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് വഴി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിയാ സീഡ് കഴിക്കാം. അപ്പൊ അത് കഴിക്കുന്നത് നമ്മൾ ഓവറായിട്ടുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അലിഞ്ഞു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ വെയിറ്റ് എപ്പോഴും ഒരു മാനേജ് ആയിട്ട് രീതിയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഈ ഒരു ചിയാ സീഡ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇന്ന് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ചിയാ സീഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചിയാ സീഡ് ഞാൻ എങ്ങനെ കഴിക്കേണ്ടത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഇതേപോലെ ഇളം ചൂടുവെള്ളത്തിൽ ചിയാ സീഡ് 1 ടേബിൾ സ്പൂണോളം ചിയാ സീഡ് 1 ഗ്ലാസ് വെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അത് കഴിക്കുക, അത് കുടിച്ചാൽ മതി വെറും വയറ്റില്. അതേപോലെ തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഈ ഒരു ചിയാ സീഡിന് വെള്ളം കുടിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കൂടെ പാടുള്ളൂ. അപ്പോൾ വെയിറ്റ് ലോസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിയാ സീഡ് ഓവർനൈറ്റ് ഓട്സിൽ ഇട്ടിട്ടും കൂടെ കഴിക്കാൻ വേണ്ടി പറ്റൂട്ടോ. അപ്പോൾ അതിൻ്റെ ഓവർനൈറ്റ് ഓട്സിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ വെയിറ്റ് ലോസിന് പറയുന്ന ഒരു സാധനമാണ് ഈ ഒരു ചിയാ സീഡ് എന്ന് പറയുന്നത്. അതിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അതേപോലെ തന്നെ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതാണ് കുമ്പളങ്ങയുടെ ജ്യൂസ്. അതായത് കുമ്പളങ്ങ കൊണ്ടുള്ള ജ്യൂസ്. കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാൽഷ്യം അതുപോലെ മഗ്നീഷ്യം കാര്യങ്ങളൊക്കെ ഈ ഒരു കുമ്പളങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 96% വെള്ളമാണ് ഈ ഒരു കുമ്പളങ്ങ എന്നുള്ള ഈ ഒരു വെജിറ്റബിളിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് കടകളിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കൂടി പറ്റിയ ഒരു സാധനമാണ്. അതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം കൂടിയാണ് ഒരു കുമ്പളങ്ങ എന്ന് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ ജ്യൂസ് ആക്കണമെന്ന് വെച്ചാൽ ഒരു പണിയില്ല. അതിന്റെ തോടും കാര്യങ്ങളൊക്കെ ചെത്തിയിട്ട് അതിന്റെ ഉള്ളിലെ വിത്തും പുറത്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിന്റെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ ജ്യൂസ് നമ്മൾ വെറും വയറ്റിൽ കുടിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് നമ്മളെ വെയിറ്റ് എപ്പോഴും കുറയാനും അതേപോലെ നമ്മളെ അധികമായിട്ടുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ അലിഞ്ഞു പോകാനും ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസിന് 96% ജലമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വയറ് നന്നായിട്ട് ഫില്ലായി കിടക്കും. അപ്പൊ നമുക്ക് മറ്റ് ഭക്ഷണങ്ങളൊന്നും കൂടുതൽ കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പൊ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിൽ ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ട്. ഈ ഒരു കുമ്പളങ്ങ ജ്യൂസിന് മാഗ്നീഷ്യം കാൽഷ്യത്തിനും പുറമെ നന്നായിട്ട് വൈറ്റമിൻ സിയും അതേപോലെ ഫൈബറും കൂടെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫൈബറും വൈറ്റമിൻ സിയും കാര്യങ്ങളൊക്കെ അടങ്ങും നമ്മൾ ദഹന പ്രക്രിയക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കുമ്പളങ്ങയിൽ ഏകദേശം ഒരു 96% ജലമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയർ എപ്പോഴും ഫില്ലായി കിടക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും.
പറ്റും. അപ്പൊ ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നു കൊണ്ട് ഒരിക്കലും നിങ്ങൾ വെയിറ്റ് കുറയൂല. അതിന് പകരം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നന്നായിട്ട് നിയന്ത്രിച്ചാൽ മാത്രം മതിയാവും. അപ്പൊ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് വഴി നമ്മുടെ വയർ എപ്പോഴും ഫില്ലായി കിടക്കും, നമുക്ക് നന്നായിട്ട് അതിന്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി കാരണം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലും മരുന്നോ ഗുളികയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്താണ് ജസ്റ്റ് ഒന്ന് ഡോക്ടറുടെ സജഷൻ അനുസരിച്ചിട്ട് മാത്രം ഇതുപോലെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിക്കാനായി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ മെഡിസിൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഡോക്ടർക്ക് മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അവരോട് ചോദിച്ചിട്ട് അവരുടെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ള എളുപ്പത്തിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എളുപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കുടിക്കുന്നത് വഴി നമ്മുടെ വെയിറ്റ് എന്താണ് പെട്ടെന്ന് തന്നെ കുറയാൻ വേണ്ടി ഹെൽപ്പ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നന്നായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെ ബോഡിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം വന്നു എന്ന് വരില്ല, പക്ഷെ എന്നാലും സാവധാനം എന്താണ് ആ ഒരു ബോഡിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുന്നതാണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് വഴി, അതേപോലെ ചിയാ സീഡ് കഴിക്കുന്നത് വഴി. അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.